ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഫേസ്ബുക്ക് മോണിറ്റൈസേഷനും അതുപോലെ തന്നെ യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, പക്ഷേ ചേട്ടാ മോണിറ്റൈസേഷൻ ആക്കി തരാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് വരുന്നുണ്ട് ഈ തരേണ്ടത് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും, അതുപോലെ തന്നെ ചേട്ടാ നമ്മൾക്ക് ഇത്ര എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ഫോളോവേഴ്സ് ആക്കി തരുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇത്ര എമൗണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സബ്സ്ക്രൈബർ തരും, ഇത്ര വാച്ചവർ തരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നാണ് പല ആൾക്കാരും ഈ പെയ്ഡ് സർവീസ് ആയതിനു ശേഷം എന്നോട് ചോദിക്കുന്നത്. എന്നോടും റിക്വസ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും ആയിട്ട് മോണിറ്റൈസേഷൻ ആക്കി തരണം, എത്ര പൈസ വേണ്ട, എത്ര വേണമെങ്കിലും എനിക്ക് തരാം എന്നുള്ള ഓഫറിലായിട്ട് പല ആൾക്കാരും വരുന്നുണ്ട് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഫേസ്ബുക്കിൻ്റെതായാലും യൂട്യൂബിൻ്റെതായാലും മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 5 പൈസ കൊടുക്കരുത്. കാരണം വെച്ചാൽ അത് പറ്റിക്കൽ കേസാണ്. അത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിൽ തീരെയില്ല. ഫേസ്ബുക്കിൽ മുമ്പൊക്കെ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു, നിലവിൽ ക്രൈറ്റീരിയ ഒന്നുമില്ല. നിലവിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ഫേസ്ബുക്ക് തന്നെ എലിജിബിലിറ്റി ആയിട്ടുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവൈറ്റ് ചെയ്യലാണ്. അല്ലാതെ നമ്മൾക്ക് ഒരു ക്രൈറ്റീരിയ ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ ആ ടൂൾസ് ലഭിക്കുന്നുള്ള അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ നിലവിൽ ഫേസ്ബുക്കിൽ. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഫിനിഷ് ചെയ്യണം, അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. പക്ഷെ ഇത് നമ്മളുടെ ഇപ്പൊ അധ്വാനം കൊണ്ട് ചെയ്യുന്നതല്ലാതെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഇപ്പൊ യൂട്യൂബിൽ അങ്ങനെ ക്യാഷ് വാങ്ങിയിട്ട് ഇപ്പൊ മോണിറ്റൈസേഷൻ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബുകാർ നമുക്ക് ക്യാഷ് തരൂല. നമ്മുടെ പെർഫോമൻസ്, നമ്മൾ ഇടുന്ന വീഡിയോസിന് വ്യൂസ് കിട്ടിയിട്ട് വേണം, അതിൽ നിന്ന് പരസ്യം ജനങ്ങൾ കണ്ടിട്ട് വേണം അതിൽ നിന്ന് ഏണിങ്സ് വരാൻ. അല്ലാതെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കിയത് കൊണ്ട് മാത്രം നമുക്ക് ഏണിങ്സ് ലഭിക്കില്ല. ഡെയിലി വീഡിയോസ് ഇടണം, ഡെയിലി റീൽസ് ഇടണം, ഡെയിലി ഷോർട്സ് ഇടണം. പക്ഷെ നമ്മൾ മുമ്പൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് മുമ്പൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഒരു കുഴപ്പം സംഭവിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ നിലവിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ യൂട്യൂബ് ആയാലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ മുമ്പ് പെട്ടെന്ന് പണി കിട്ടുന്നുണ്ട്. നിലവിൽ AI ടെക്നോളജിയാണ്, മുമ്പത്തെ പോലെയല്ല. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും അതിലേക്ക് എടുത്ത് ചാടി വീഴരുത്. എന്നോട് ഇന്നലെ ഒരു അമ്മച്ചി എന്നോട് കുറച്ച് പ്രായത്തിലുള്ള ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞ 5000 രൂപയാണ് കൊടുത്തത് ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ. നിലവിൽ ഫേസ്ബുക്കിന് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ക്രൈറ്റീരിയ ഇല്ല, എന്നിട്ടും ആ പാവ സ്ത്രീയെ 5000 രൂപ വാങ്ങിയിട്ട് പറ്റിച്ചു. അപ്പൊ അതുപോലെ ഇങ്ങനെയുള്ള കേസിലൊന്നും നിങ്ങൾ പോയിട്ട് പെടരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഗലായിട്ട് തന്നെ യൂട്യൂബിലായാലും ശരി ഫേസ്ബുക്കിലായാലും ശരി ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ഇറങ്ങണം. അല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് എപ്പോഴെങ്കിലും ഒരു ഫോട്ടോ ഇട്ടിട്ട് നമുക്ക് ഏണിങ്സ് കിട്ടുന്നുള്ള ഒരു ധാരണ വേണ്ട. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ മോണിറ്റൈസേഷൻ ക്യാഷ് കൊടുത്തിട്ട് ആക്കി വെച്ചിട്ട് നമുക്ക് ഏണിങ്സ് കിട്ടുന്നുള്ള ഒരു ധാരണ വേണ്ട. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലും നമ്മൾ റീൽസ് എത്ര ഇടുന്നത്, നമ്മൾ ഫോട്ടോസ് എത്ര ഇടുന്നുണ്ട്, നമ്മൾ എത്ര വീഡിയോസ് ഇടുന്നുണ്ട്, നമ്മൾക്ക് ആ പെർഫോമൻസിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ പറ്റിക്കപ്പെടരുത് എന്നൊരു ആഗ്രഹമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് അതുപോലെ തന്നെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ 10 days വാലിഡിറ്റി ഉള്ള പാക്കേജുള്ള പദ്ധതി ഉണ്ട്. അതായത് 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് യൂട്യൂബ് ടിപ്സ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ടിപ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം അറിയുന്നുണ്ടെങ്കിൽ ചെറിയ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ അപ്പം പറഞ്ഞുതരും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. അത് പെയ്ഡ് സർവീസ് ആണ്. അതുപോലെ തന്നെ അത് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ യൂട്യൂബ് മോണിറ്റൈസേഷൻ സെറ്റപ്പ് ചെയ്യാനാവുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞോ. അതുപോലെ തന്നെ ക്രിയേറ്റ് ആഡ്സെൻസ് യൂട്യൂബിന്റെ, അതുപോലെ തന്നെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക, പുതിയൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പുതിയൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അതൊക്കെ പെയ്ഡ് സർവീസ് ആണ്. അതല്ലാതെ എനിക്ക് മോണിറ്റൈസേഷൻ ആക്കി തരാം ക്യാഷ് തന്നാല്, അല്ലെങ്കിൽ യൂട്യൂബില് ഫേസ്ബുക്കിൽ എനിക്ക് ടൂൾസ് ലഭിച്ചു തരോ ക്യാഷ് തന്നാൽ, ഇങ്ങനെയുള്ള ഡയലോഗ് കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സർവീസ് ഒന്നും എൻ്റെ അടുത്ത് ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് പോകരുത്. നിങ്ങൾ പറ്റിക്കപ്പെടുന്നതാണ്, ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ചെറിയൊരു ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളെന്നുള്ളത് ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.